Ladies and gentlemen, welcome to Shamsi for Tech. ഇന്നത്തെ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ സോണിയുടെ FX5 എന്ന് പറയുന്ന ക്യാമറ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മാസമാണ് ലോഞ്ചിങ്, 22-ാം തീയതിയാണ് ലോഞ്ചിങ്. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ലോഞ്ചിങ്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം മടി കാരണത്താലാണ് ഞാൻ വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ ഒരുപാട് ക്ഷമിക്കുക. അപ്പോൾ ഇച്ചിരി കാര്യങ്ങൾ, എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നതും. അതും FX5 മാറ്റങ്ങൾ എന്താണെന്നുള്ളത് കാണിച്ച് തരാൻ പോകണമെന്ന് നിങ്ങൾക്ക് ഗൈസ്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടാണെന്നുണ്ടെങ്കിൽ പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പോരാത്തതിനൊന്ന് വീഡിയോസ് ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ ഗൈസ്. അപ്പോൾ നമുക്ക് സോണി FX5 ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാമല്ലോ. ആദ്യത്തെ പറയാനുള്ളൊരു കാര്യം ഉള്ളതുപോലെ പറയണം ഈ ഒരു ചാനലിൽ. അപ്പോഴാണ് ആൾക്കാർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അതായത് സോണിയുടെ FX5 എന്ന് പറയുന്ന ക്യാമറയിൽ ഗ്ലോബൽ ഷട്ടർ ഇല്ല എന്നുള്ള സത്യം ഞാൻ വെളിപ്പെടുത്തുകയാണ്. അതിന് പകരം ഇത് റോളിംഗ് ഷട്ടറിലേക്കാണ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിലെ ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണ്. ഇത് പാർഷ്യലി സ്റ്റാക്ഡ് സെൻസർ അല്ല എന്നുള്ളത്. ഇതൊരു ഫുൾ പാക്ഡ് സ്റ്റാക്ഡ് സെൻസറാണ് വരുന്നത്. അതും 16.6 MB സെൻസറാണ് വരുന്നത്. പിന്നെ സോണിയുടെ പ്രോസസ്സറാണ് ബയോണെക്സ് ZR2 സെൻസറാണ് വരുന്നത്. A7R6 അതേ സെയിം സെൻസർ തന്നെയാണ് സോണിയുടെ FX5 വരുന്നത്. 5 വർഷത്തിന് ശേഷമാണ് FX5 വരുന്നത്. അപ്പോൾ ഇച്ചിരി മേജർ അപ്ഗ്രേഡേഷൻ ഉണ്ട് ഫ്രം FX3 ടു FX5. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പുതിയ ആൾക്കാർക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. 15.5 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ച്. ഈവൻ എക്സ്ട്രീം ലോ ലൈറ്റ് കണ്ടീഷനിൽ യവന വെച്ചിട്ട് ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഹൈലൈറ്റും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രിപ്പിൾ നേറ്റീവ് ബേസ് ISO ആണ് വരുന്നത്. സ്റ്റാർട്ടിങ് ISO 800, പിന്നെ 4000, അത് പോരാണ്ട് 12800 ISO നമുക്ക് യവന വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും FX5. A7R6 നേറ്റീവ് ISO 2 ഉള്ളൂ, 400ഉം 8000 ISO. അതിൻ്റെ മേലേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല A7R6. പക്ഷെ FX5 വരുമ്പോൾ ട്രിപ്പിൾ ബേസ് ISO 400, 4000, 12800. അതുകൊണ്ടാണ് ഇതിന് ഫുള്ളി പാർഷ്യൽ സ്റ്റാക്ഡ് 16.6 MB സെൻസറും പിന്നെ 15.5 സ്റ്റോപ്പ് ഡൈനാമിക് റേഞ്ചും കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻസർ സ്റ്റെബിലൈസേഷൻ ആണെങ്കിൽ 5.5 ആക്സിസ് സ്റ്റെബിലൈസറും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡ് ഹെൽഡ് ഷൂട്ട് ചെയ്യാൻ നമുക്ക് 5.5 സ്റ്റെബിലൈസറും നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ സോ കോൾഡ് ഓപ്പൺ ഗേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. മക്കളെ സന്തോഷമുണ്ട് കേട്ടതിൽ, വളരെ സന്തോഷമുണ്ട്. ഓപ്പൺ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതും 5K റെസൊല്യൂഷൻ 3.2 ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് 120 FPS നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓപ്പൺ ഗേറ്റ് അറിയാമല്ലോ, നമുക്ക് നമ്മളെ അനുസരിച്ചിട്ട് 1:1 ആസ്പെക്ട് റേഷ്യോ, 16:9 ആസ്പെക്ട് റേഷ്യോ, 3:2 ആസ്പെക്ട് റേഷ്യോയിലും നമുക്ക് ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും 5K റെസൊല്യൂഷനിൽ 120 FPS, പിന്നെ 4K 120 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ 240 FPS ഫുൾ HD നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 240 FPS ഫുൾ HDയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഈവൻ സ്ലോ മോഷൻ രണ്ടിലും ഷൂട്ട് ചെയ്യാം. ഓപ്പൺ ഗേറ്റും സ്ലോ മോഷനും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമുക്ക് സ്ലോ മോഷൻസിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ് സൈൻ. പിന്നെ സ്ക്രീൻ സൈസിലേക്ക് വരുമ്പോൾ ഇത് 3.5 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസ് വന്നിട്ട് ഇത് വേരിയബിൾ ടിൽറ്റിംഗ് ആണ്. അതായത് നമുക്ക് 4 സൈഡും നമുക്ക് സ്ക്രീന് ടിൽറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 32-bit ഫ്ലോട്ട് ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ആക്സസറീസും കാര്യങ്ങളും മേടിച്ചു കഴിഞ്ഞാൽ ഒരു ജിമിട്ടൻ വിലയായിരിക്കും ഈ സാധനത്തിനുള്ളത്. ഉള്ളത് പറയണമല്ലോ, നമ്മളെ നിക്കോണിൻ്റെ ZR2 ബിൽറ്റ് ഇൻ ഫ്ലോട്ടിംഗ് റെക്കോർഡ്
32 ബിറ്റ് ഫ്ലോട്ടിംഗ് റെക്കോർഡ് വേറെ ലെവലാണ്. പക്ഷെ സോണിയിലേക്ക് വരുമ്പോൾ യവന്മാർ നമ്മളെ കൊണ്ട് കുറച്ച് പൈസ വേടിപ്പിക്കും എന്നുള്ള സത്യം പറഞ്ഞേ പറ്റൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണ്. അതും 16 ബിറ്റ് ആണ് ഇതിൻ്റെ റെക്കോർഡിംഗ്. ലോഗ്, സി ലോഗ്, പിന്നെ OCXN എന്ന് പറയുന്ന ലോഗ് ഫോർമാറ്റ് യവന്മാർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഹോളിവുഡ് സ്റ്റൈല് ലോഗ് ഫോർമാറ്റ് വീഡിയോ റെക്കോർഡിംഗ്, അതും 16 ബിറ്റിൽ നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് പറയണത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ ലോഗോ ഓപ്ഷനും ഇതിലും കൊടുത്തിട്ടുണ്ട്. C1, C2, പിന്നെ എന്താ LCT എന്ന് പറയുന്ന ഫോർമാറ്റും ഇതിൽ വന്നിട്ടുണ്ട്. ഞാനത് അടിയിൽ മെൻഷൻ ചെയ്യാം. ഹോളിവുഡ് സ്റ്റൈൽ പ്രീസെറ്റ്സ് നമുക്കിതിൽ ഷൂട്ട് ചെയ്തിട്ട് സോണിയുടെ സോഫ്റ്റ്വെയർ ഉണ്ട്, ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെ നമുക്ക് പ്രീസെറ്റ്സ് ഒക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ വേറൊരു മുതൽ തന്നെ. ഇതൊരു നിക്കോൺ ZR-ന് ഒരു വെല്ലുവിളിയായിട്ട് മാറണ ഈ ഒരു ക്യാമറ. പിന്നെ പ്രൈസും കാര്യങ്ങളും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ $5499 വെച്ചിട്ടാണ് ഈ ഒരു ക്യാമറ ഇറങ്ങാൻ പോകുന്നത്. ഇന്നലെയാണ് അതിൻ്റെ ലോഞ്ചിങ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ഒന്ന് കമൻറ്റ് ചെയ്യാം. സത്യത്തിൽ എനിക്ക് ഈ ഒരു ക്യാമറ എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ സോണിയുടെ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി AI ഓട്ടോ ഫോക്കസ് ഉണ്ടല്ലോ, ഹൈലി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. A7R6 എങ്ങനെയാണ് ഓട്ടോ ഫോക്കസ് കൊടുക്കുന്നത് അതേ സെയിം ഓട്ടോ ഫോക്കസ് തന്നെ സോണിയുടെ FX5 കൊടുത്തിട്ടുണ്ട്. AI ആൽഗോറിതം ഓട്ടോ ഫോക്കസ് സെയിം തന്നെ. ഇതൊരു അസാധ്യ ലെവൽ ക്യാമറയാണ്. ജനങ്ങളെ, ഓഡിയൻസ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരു ലെവല് സാധനം കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കണേ. എങ്ങനെയുണ്ട് ഈ ഒരു മുതലെന്നുള്ളത് സങ്കടമുണ്ട്, കിട്ടൂല. എന്നാലും ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്തു. രാത്രിക്ക് രാത്രി തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാം. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.